നിങ്ങൾ നല്ലത് ആഗ്രഹിക്കുന്നു, പക്ഷേ ഫലങ്ങൾ പഴയതുപോലെ തന്നെയാണ് വരുന്നത്. നിങ്ങൾ മാറണമെന്ന് തീരുമാനിക്കുന്നു, പിന്നെ വീണ്ടും അതേ ഭയം, അതേ സംശയം, അതേ അവസ്ഥ. ഇന്ന് ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം. നിങ്ങളുടെ ജീവിതം ഭൂരിഭാഗവും നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ ചിന്തയല്ല, നിങ്ങളുടെ ഉപബോധ മനസ്സ് അഥവാ സബ് കോൺഷ്യസ് മൈൻഡാണ്. ഇനി മുതൽ ഞാൻ ശ്രമിക്കുമെന്ന വാചകം മാത്രം പോരാ, ഞാൻ സ്വീകരിക്കുന്നു എന്ന നിലയിലേക്ക് നിങ്ങൾ മാറണം. ഇന്നത്തെ വീഡിയോയിൽ ഡോക്ടർ ജോസഫ് മർഫി എഴുതി ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകത്തിലെ ആശയങ്ങൾ നിങ്ങളുടെ ദിവസേനയുള്ള ജീവിതത്തിലേക്ക് പ്രയോഗിക്കുവാൻ കഴിയുന്ന വിധത്തിൽ ഞാൻ നിങ്ങളെയും കൊണ്ട് പോകുന്നു. ഇത് കേൾക്കുവാൻ വേണ്ടി മാത്രമുള്ളതല്ല, നിങ്ങൾക്ക് ഇന്നു മുതൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയ പ്രാക്ടീസ് സെഷനിലൂടെ നമുക്ക് നീങ്ങിയാലും. എൽറോക്ക് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ്? ഡോക്ടർ ജോസഫ് മർഫി പറഞ്ഞ ആശയങ്ങൾ ഒന്ന് വളരെ വ്യക്തമാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സ് ചിന്തകൾ സൂക്ഷിക്കുന്ന ഒരു കലവറ പോലെയാണ്. നിങ്ങൾ ദിവസവും കാണുന്ന ചിത്രം, ദിവസവും ആവർത്തിക്കുന്ന വാക്ക്, ദിവസവും അനുഭവിക്കുന്ന വികാരം, ഇതെല്ലാം ഉപബോധം രേഖപ്പെടുത്തുന്നു. പിന്നെ നിങ്ങൾ അറിയുന്നതിന് മുമ്പേ അത് നിങ്ങളുടെ പെരുമാറ്റത്തിലേക്ക് മാറും. നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കും, നിങ്ങൾ അവസരങ്ങൾ തിരിച്ചറിയും അല്ലെങ്കിൽ മറക്കും. നിങ്ങൾ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പോലും ഉപബോധം മറുപടി നൽകും. സ്ട്രെയിറ്റ് ആയി പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും, അതായത് എനിക്ക് കഴിവില്ല, എനിക്ക് ഭാഗ്യമില്ല, ഒന്നും കിട്ടില്ല, ഇവയെല്ലാം വെറും വാക്കുകളല്ല. ഉപബോധം ഇവയെല്ലാം വിശ്വാസമായി സ്വീകരിച്ച് അത് പ്രതിഫലിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് മർഫിയുടെ സമീപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദിവസവും എന്ത് രേഖപ്പെടുത്തുന്നു? നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്താണ് സ്ഥിരമായി ജീവിക്കുന്നത്? നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫെയ്ത്തും എക്സ്പെക്ടേഷനും. ജോസഫ് മർഫി പറയുന്നത്, നിങ്ങൾക്ക് സംശയം ഉണ്ടാകുന്നത് സ്വാഭാവികം, പക്ഷേ സംശയം മാത്രം ഒരു ജീവിതം ഉണ്ടാക്കില്ല. സംശയം ഉള്ളതുകൊണ്ട് മാത്രം മാറ്റം വരില്ല. ഇപ്പോൾ ഇവിടെ മുഖ്യ കാര്യം വിശ്വാസവും പ്രതീക്ഷയും. അതൊരു വിത്താണ്. വിത്ത് മണ്ണിലേക്ക് വീഴുമ്പോൾ അത് മരിക്കാതെ നിശബ്ദമായി വളരുന്നുണ്ട്. നിങ്ങളൊരു കാര്യം എനിക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഉറപ്പിക്കുമ്പോൾ ഉപബോധം അതിനെ തേടാനുള്ള ദിശയായി സ്വീകരിക്കുന്നു. കൂടുതൽ ശക്തമാക്കുന്നത് എന്താണ്? വിശ്വാസം പറയുന്നതിലെല്ലാമാണ്. വിശ്വാസമായി കൂടെ വരുന്ന വികാരമാണ്. അതായത് നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് പിന്നിലുള്ള ഭാവം, ഇത് ഇതിനകം നടക്കുകയാണ് എന്ന ഒരു അനുഭവം. അടുത്തതായിട്ട് പറയുന്നത് ഫീലിംഗ് ആസ് റിയൽ. നിങ്ങൾ ഒരു ലക്ഷ്യം മനസ്സിൽ കാണുമ്പോൾ അത് ഒരു ഫാൻസി സ്വപ്നം പോലെ മാത്രം ഇരുന്നാൽ ഉപബോധം സ്വീകരിക്കില്ല. പക്ഷേ നിങ്ങൾ അത് യഥാർത്ഥം പോലെ അനുഭവിച്ചാൽ ഉപബോധം അതെ, ഇത് സംഭവിക്കുന്നതിലേക്ക് പോവുകയാണെന്ന് മനസ്സിലാക്കും. ഉദാഹരണം, നിങ്ങൾ ഞാൻ ആത്മവിശ്വാസമുള്ളവനാണെന്ന് പറയുക മാത്രം ചെയ്യാം. നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ നിമിഷം പോലും ഇങ്ങനെ അനുഭവിക്കുക. ഞാൻ സംസാരിക്കുന്നത് കേവലം വാക്കുകളല്ല, ഞാൻ തന്നെ എന്ന അനുഭവത്തിലൂടെ പോകണം. ഉദാഹരണമായി നമ്മൾ മണിയിലും സക്സസിലും പറയുമ്പോൾ എനിക്ക് പണം വരും എന്ന് മാത്രം മതി. ഇല്ല, എനിക്ക് വരേണ്ടത് എന്താണെന്ന് ഞാൻ ഇപ്പോൾ തന്നെ കൈപ്പറ്റുന്ന വഴിയിലാണ് എന്ന അനുഭവം വരണം. ഹെൽത്തിലും ഹീലിംഗിലും പറയുമ്പോൾ എനിക്ക് സുഖം കിട്ടണമെന്ന് മാത്രം പറയുമ്പോൾ മനസ്സ് വീണ്ടും ഭയത്തിലേക്ക് പോകും. പകരം എൻ്റെ ശരീരം ഇപ്പോൾ തന്നെ മെച്ചപ്പെടുകയാണ് എന്ന വികാരം, ഇത് തന്നെയാണ് ഫീലിംഗ് ആസ് റിയൽ എന്ന് പറയുന്നത്.